ഇപ്പോൾ സമയം 6 മണിയായി. നമ്മളിവിടെ എത്തി. ടിക്കറ്റ് എടുക്കണം. ഇവിടുന്ന് ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. വണ്ടി ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്നാണ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കയറിക്കോ. പോകുന്ന വഴി ഫുള്ള് ഇങ്ങനെ ഫ്ലാഗ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇതിൽ എത്ര ഹൈറ്റ് ഉണ്ട്, എത്ര ഹൈറ്റിലാണ് ഇപ്പോൾ ഉള്ളതെന്ന്. നമ്മൾ കയറുന്നു. അവിടെയാണ് സൺറൈസ് കേട്ടോ. അയ്യോ, താഴെയാണ് കാരാപ്പുഴ ഡാമിൻ്റെ റിസർവോയർ. അതാ ഫ്ലാഗ് ആ കാണുന്നതാണ് മഞ്ഞപ്പാറ. അതിൻ്റെ മുകളിൽ ആൾക്കാരുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ഫ്ലാഗ് എത്തി. ഇത്ര ഹൈറ്റ്. ഇപ്പം നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നില്ല ചേച്ചി. ഇതൊരു മല. അത് കഴിഞ്ഞിട്ട് അടുത്തിലോട്ട് കയറണം. ഇതിപ്പോൾ എല്ലാം വെട്ടി വൃത്തിയാക്കി നല്ല അടിപൊളിയായിട്ട് ഫ്ലാഗൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിലെത്തണം. ഫസ്റ്റ് ടൈം മല കയറണം. അത് കഴിഞ്ഞിട്ടാണ് മല കയറണം. പിന്നെ മുകളിലൊക്കെ ഒരു കുടിലൊക്കെ കാണുന്നുണ്ടല്ലോ. ഒരു സൈഡിൽ സൂര്യൻ, ഒരു സൈഡിൽ ചന്ദ്രൻ. സൂപ്പർ മൂണാന്ന് പറഞ്ഞത്. കുറച്ച് നടന്നു മടുത്തു. അയ്യോ, പകുതി പോലും എത്തിയിട്ടില്ല. ഇനിയാണ് ഇതിൻ്റെ കുറച്ചൊരു സ്റ്റീപ്പല്ലേ പറയാം, സ്റ്റീപ്പായിട്ടുള്ള കയറ്റം അല്ലേ. ഈശ്വര ബഹുമാനമൊന്നും പറയുന്നില്ല. ഓടാനി ഒന്ന്. അപ്പം ഈ കയറിൻ്റെ മുകളിലോട്ട് വലിഞ്ഞു കയറിയിരിക്കുന്നു. സക്സസ് ആയിട്ട്. ഇത്തിരി കൂടെ മുകളിലോട്ട് കയറാം. അപ്പോൾ കുറച്ചുകൂടെ നല്ല വ്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു മലേൻ്റെ ഏകദേശം ടോപ്പിലെത്താറായി. ഈ ഒരു ഭാഗം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മലേൻ്റെ ടോപ്പിലെത്തും. വാടൊറ്റപ്പള്ളി അതിൻ്റെ മണ്ടയിലാണ് നമ്മൾ കയറേണ്ടത്. അപ്പോൾ നമ്മൾ ഏകദേശം എത്ര ഹൈറ്റ് കയറി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1643 ഫീറ്റ് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിലെത്തുമ്പോൾ അല്ല, ഇതിൻ്റെ ടോപ്പിലെത്തുമ്പോൾ 3000 എത്രയാണ്. ഇത് മുകളിലെത്തുമ്പോൾ ഒന്നും കാണാത്ത രീതി ആവും കേട്ടോ. ഓവറാവുന്നുണ്ട്. പക്ഷെ ചിലപ്പം മുകളിലെത്തിയ അടിപൊളി ആവാൻ ചാൻസ് ഉണ്ട്. ഫുള്ള് മഞ്ഞായി ഇവിടെ. ഇല്ല, അത് ചിലപ്പോൾ അങ്ങനെ വരും. അത് അവിടെ കണ്ടോ, കട്ട കോട. അതേപോലെ വരാൻ ചാൻസ് ഉണ്ട്. ഇതിന് മുകളിൽ നിന്നാണ് മറ്റേ അത് കുഴപ്പമില്ല, ഒരു ചെരിഞ്ഞ കയറ്റാ. അല്ല ഇവിടെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അവിടെ സൺസെറ്റ് വരും. അപ്പം കാരാപ്പുഴ ഡാമും അതും കൂടെ അടിപൊളിയാണ്. ഫുള്ള് നല്ല ചുമന്ന് അടിപൊളിയായിട്ട് കിട്ടും ഇവിടെ നോക്കിയാൽ. എന്ത് തോന്നുന്നു മുകളിലോട്ട് കയറാൻ?
അത് കാണുന്ന പോലെ അല്ല. വാ ആ വാ അങ്ങോട്ട്. ഇത് വലിയ ഇതില്ല, കയറങ്ങോട്ട് ഇങ്ങോട്ടാ. ഈ ചവിട്ടുമ്പോൾ ചെരിച്ച് ചവിട്ടണം, അപ്പോൾ ഈസി ആയിട്ട് കയറാൻ പറ്റും. ചെരിച്ച് ചവിട്ട്, നേരെ ചവിട്ടാണ്ട്. ഇറങ്ങുമ്പോൾ അതേപോലെ കേട്ടോ. ഇതാണ് രണ്ടാമത്തെ മല. ആ സ്വന്തം കയറാൻ പറ്റില്ല, സ്വന്തമായിട്ട് കയറാൻ പറ്റത്തില്ല. എന്നിട്ട് ഇങ്ങും ഉണ്ടാകുന്നത്. അപ്പുറത്തെ സൈഡിൽ കൂടെ പോ, അപ്പുറം പോ. നീ അപ്പുറം പോ, ആ സൈഡിൽ കൂടെ പോ. എങ്ങനെയുണ്ട്? മല കയറാൻ പോണു. പക്ഷെ മഞ്ഞും കൂടെ വേണമായിരുന്നു. മഞ്ഞ് ഇതല്ലടി, മഞ്ഞില്ല. താട്ട് നോക്കണ്ട കേട്ടോ. അയ്യോ ഞങ്ങളെ കൊന്ന്. ഇത്ര നമ്മൾ കയറിയത് ഒരു കാൽഭാഗം പോലെ ആയിട്ടില്ല. വെള്ളം സിപ്പായിട്ട് കുടിച്ചോട്ടോ, മൊത്തം കുടിക്കാണ്ട്. അവിടെ കണ്ടോ വെയിൽ വന്നു. അതേപോലെ മുകളിലെത്തുമ്പോൾ വരണം. അടുത്ത കൊടിയെത്തി. ഇപ്പം എത്ര ഫീറ്റായി? 2915. കുറച്ചുകൂടെ ഉള്ളൂ. പോ പോട്ടെ. പറയാൻ പിടി. ആ പൊക്കോ, ഞാൻ പിടിച്ചിട്ടുണ്ട്. ഏകദേശം മുകളിലെത്താറായി. ഇനിയില്ല. ഇതിൻ്റെ അപ്പുറ സൈഡാണ് കാണേണ്ടത്. അപ്പുറ സൈഡിൽ മറ്റേ എടക്കലിൻ്റെ ഗുഹേൻ്റെ അതില്ലേ, അതൊരു പെണ്ണിങ്ങനെ കിടക്കുന്ന പോലെ ഉണ്ടാവും. സ്ലീപ്പിംഗ് ബ്യൂട്ടി. കൊടിയാണ് ലാസ്റ്റ് കൊടി. അത് അയ്യ അത്ര ഉള്ളൂ എന്നൊക്കെ. ആ മുഖം ഒന്ന് കാണിച്ചേ.
ഇവിടുന്ന് എന്തൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഫാൻറ്റം റോക്ക് കണ്ടോ? അത് ഫാൻറ്റം റോക്ക്, അപ്പുറത്തെ കുളകപ്പാറ, പിന്നെ ആറാട്ടുപാറ കണ്ടോ താഴെ. തളർന്ന് വീണ് കിടക്കുന്നു. ഇങ്ങോട്ട് മരപ്പട്ടിയോ അങ്ങനെ എന്തോ ആപ്പിട്ട് വെച്ചേക്കുന്നത്. ഡോഗ് ഫുഡ് പോലെ ഉണ്ടല്ലോ ഒന്ന്. നമ്മളിതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ ഇവിടെ എത്തിയാലാണ് ഓപ്പോസിറ്റ് സൺറൈസ് കാണാൻ പറ്റുക. നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയി. സൺ ഓൾറെഡി റൈസ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട്. ആ കാണുന്ന അതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് പോയിൻ്റ്, ഈ മലേൻ്റെ ഏറ്റവും ഹൈറ്റുള്ള ഭാഗം. അവിടെയാണ് അവൻ കയറി നിൽക്കുന്നത്. അവർ ഓടിപ്പോയി അവിടെ കയറിയിട്ടുണ്ട്. എത്ര ഫീറ്റ് ആടിയത്? എത്ര? 3460 കീഴടക്കി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഫുള്ള് മഞ്ഞായി, ഒരു രക്ഷയില്ല, മൊത്തം മഞ്ഞായി, ഒന്നും കാണുന്നില്ല. നമ്മൾ കയറി വന്നപ്പോൾ താഴെയൊക്കെ കാണുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ഞാൻ അവിടെ ഇട്ടിട്ട് വന്നു, അങ്ങോട്ട് വരില്ല. ഇവിടെയായിരുന്നു പണ്ട് വന്ന് ഞങ്ങൾ നിൽക്കല്. ഇത് അമ്പലവയല്. സൂര്യൻ പോയി, മഞ്ഞ് കയറി. ഇങ്ങനെയല്ല. പിന്നെ
അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി തിരിച്ചിറങ്ങുവാണ്. ഇപ്പോൾ ടൈം എത്രയായി നോക്കട്ടെ, ടൈം എത്രയായി? 8 മണി, ഏകദേശം 8 മണിയായി. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വെയിലായി. ഇറങ്ങൽ കുറച്ച് ടാസ്ക് ആയിരിക്കും എന്ന് കരുതുന്നു. ഇവരൊക്കെ കയറി വന്ന് അടിപൊളിയായിരിക്കുമല്ലോ ഇറങ്ങുമ്പോൾ. തിരിച്ചിറങ്ങൽ സ്റ്റാർട്ടിങ്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ മല ഇറങ്ങി നമ്മൾ കയറി വന്ന് അത് അടുത്ത മല ഇറങ്ങി താട്ടിറങ്ങണം. അപ്പോൾ ദൂരെ കാരാപ്പുഴ ഡാം കാണുന്നുണ്ട് അടിപൊളിയായിട്ട്. ഇവിടെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തുനിന്ന് സൺസെറ്റ് കാണാൻ അടിപൊളിയായിരിക്കും. നമ്മളിതാ അവിടേക്കാണ് എത്തേണ്ടത്. ഇവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. കുപ്പിയൊക്കെ എറിഞ്ഞ് താട് അതിവിദഗ്ധമായി പാറയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. എറിഞ്ഞു തരണോ? ആ പോട്ടെ, അങ്ങോട്ട് ഇറങ്ങി പോട്ടെ. മല ഇറങ്ങുന്നു. എന്തോ ഒരു ടൈം എടുത്ത് ഇറങ്ങുന്നതെന്നറിയോ? എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് വരുന്നുണ്ട്. ഐ അപ്രിഷ്യേറ്റ്. ജിഷയൊക്കെ പാഞ്ഞു പോയിട്ട് താഴെ നിൽക്കുന്നുണ്ട്. നീ മസിൽ പിടിച്ച് ഇറക്കിയിട്ടാ, ലൂസാക്കി ഇറക്ക്. എന്തായാലും ഇവരിതിൻ്റെ മുകളിൽ വരെ ഇങ്ങനെ കയറിട്ട് വെച്ചിട്ടുണ്ട് ഈസി ആയിട്ട് കയറാൻ വേണ്ടി. അത് കാരണം ഇതിലിങ്ങനെ പിടിച്ച് കയറുകയും ഇറങ്ങുകയും ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും അവിടെ കയറാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വരെ കയറിയിട്ട് ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് തിരിച്ചു പോവാം. ഇവിടെ വരെ കയറുന്നതിന് വലിയ സീനില്ല. ഇവിടെ ഒരു പാറയൊക്കെ ഉണ്ട്, ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നത്. ഈ ഒരു പ്ലേസാണ് പറഞ്ഞത്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. സൺസെറ്റ് മാരകമാണ് ഇവിടുന്ന്. അവിടെ കുത്തിരി എല്ലാവരും. അവിടെ പോയിരി. സൈഡാടി. ആ ഇപ്പോൾ ഇവിടുന്ന് തിരിച്ചിറങ്ങുവാണ്. ലാസ്റ്റ് ഫേസ് എത്തി. ഇവിടെ വരുമ്പോൾ ഇവിടെ കയറാൻ വേണ്ടി രാവിലെ 5 മണി മുതൽ ഇവിടെ കയറ്റും. എത്രയാ ഒരാൾക്ക് ഇപ്പോൾ 50 രൂപയാണ് ടിക്കറ്റ്. 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കയറാം. അവിടുന്ന് അവിടുന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. അവിടുന്ന് എടുത്തിട്ട് അവിടെ കാർഡ് പേയ്മെൻറ്റും ഗൂഗിൾ പേയും എല്ലാം ഉണ്ട്. ടൊവിനൊക്കെ വന്നായിരുന്നു അല്ലേ കുറച്ച് ദിവസം മുമ്പ്. ഇപ്പോൾ നമ്മുടെ ട്രെക്കിങ് കഴിഞ്ഞിരിക്കുന്നു. ഇതായിരുന്നു രാവിലെ വന്നപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത സ്ഥലം.
കൊക്ക്. ആ